ഹലോ ഗൈസ്, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെടാ? എനിക്കറിയില്ല. എവിടെയാണ്? നമ്മൾ ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ ആ പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മള് ജസ്റ്റ് ഒന്ന് നമ്മളെന്തിനാണ് കൂടിയേക്കണേ? ആദ്യം നോക്കി വെക്കണല്ലേ പേരൊക്കെ? അത് ആദ്യം നോക്കി വെക്കണം. നമുക്കറിയില്ലല്ലോ. നമ്മളെന്തിനാണ് വന്നേക്കണേ? നമ്മള് ഫുഡ് നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കാലങ്ങൾക്ക് ശേഷം എന്താണ് അതിൽ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു മാറ്റമില്ല ഒന്നിനും. എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്താ പറയാനുള്ളത്? എനിക്കും ഒരു മാറ്റവും തോന്നുന്നില്ല ആർക്കും. പ്രത്യേകിച്ച് എന്റെ കഴിഞ്ഞ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അതെ അതെ എന്താണ് അല്ല, എല്ലാരും കണ്ടതിൽ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ എൻ്റെ ഒരു 3-4 കൊല്ലത്തിൻ്റെ ഇടയിൽ 2 വീഡിയോ എൻ്റെ ബിഹൈൻഡ് ദ ക്യാമറ എടുത്തതാണ്. എന്ത് പറയുന്നു? എനിക്ക് നിന്റെ ഒരു വളർച്ച കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിയായ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? അതെ, ഇപ്പോഴും ക്യാമറയുടെ ബാക്കിലുണ്ട്. പണ്ടും ക്യാമറയുടെ ബാക്കിലുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? പിടിക്കൂ. 24 മീഡിയ ചാനലിന്റെ മെയിൻ ആങ്കർ ആണ് ഇംഗ്ലീഷിൽ. അപ്പൊ എന്താണ് അതിന് പറയാനുള്ളത്? ആ വളർച്ചയെ പറ്റിയിട്ട് എന്താ പറയണോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതെ അതെ, അല്ല പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പറയാനില്ല. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലേ? അങ്ങനെയൊന്നല്ല, കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും. ആ ഭാനുമതി എന്ന ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഭാനുമതി സീരീസ് ഒക്കെ ഇറങ്ങിയില്ലേ? ആക്ടിംഗ് രംഗത്തേക്ക് വന്നപ്പോ എന്ത് തോന്നുന്നു? അങ്ങനെ വളരെ എന്താ പറയുന്നത്, അതന്നെ ഭാനുമതി. അതായത് ക്യാരക്ടർ അല്ലല്ല, അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു സംഭവമാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നൊന്നല്ല. ഒരു രസല്ലേ ഇതൊക്കെ? എങ്ങനെയുണ്ട് ആക്ടിങ് ചെയ്തപ്പോ? അങ്ങനെ വലിയതൊന്നും തോന്നിയില്ല. അതെ, അഭിനയല്ലേ. നമ്മൾ ജീവിതത്തിൽ അഭിനയിച്ചോണ്ടിരിക്കല്ലേ ചില സാഹചര്യത്തിലൊക്കെ. അതുപോലൊക്കെ തന്നെയുള്ളൂ, വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് മനസ്സിലായി. എന്തായാലും നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. നമുക്ക് അതെ അതെ, എന്താണ് ഓർഡർ ചെയ്യണത്? നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. ഓൾഡ് സ്കൂൾ ചിക്കൻ പിസ്സ. പഴയ സ്കൂളിന്റെ പഴയ വിദ്യാലയ കോഴി പിസ്സ. പിസ്സയുടെ മലയാളം എന്താ? എനിക്കറിഞ്ഞൂടാ, നിനക്കല്ലേ പറയണ്ടേ? എന്നാ ഓർഡർ ചെയ്യല്ലേ? അത് തന്നെയാണോ? ചാർക്കോൾ ഗ്രിഡ് വേണം അല്ലെങ്കിൽ? ചാർക്കോൾ ഗ്രിഡിലൊന്നും വേണ്ട. എന്നാ പിന്നെ ഓൾഡ് സ്കൂൾ ചിക്കൻ പിസ്സ. മലയാളത്തിൽ ചോദിച്ചിട്ട് പിസ്സ എന്ന് മലയാളത്തിൽ എഴുതി കാണിച്ചു തന്നിരിക്കുന്നു. ChatGPT ഒരു ഊക്കലാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓൾഡ് സ്കൂൾ ചിക്കൻ പിസ്സ പറയാം. എന്നിട്ട് സ്റ്റീക്ക് വേണോ? സൂപ്പാക്കിയതോ? സൂപ്പാ? ഇനി സൂപ്പിൻ്റെ ആളാ? സൂപ്പ് സൂപ്പ് വേണോ? 2 സൂപ്പ് പറഞ്ഞാൽ മതി. ഞാൻ അപ്പുറത്ത് വേറെ സ്മാഷ്ഡ് ബീഫ് ബർഗർ വിളിക്കും. ഞാൻ ലിസ്റ്റ് ചെയ്ത് വെക്കട്ടെ, അല്ലേ മറന്നു. സ്മാഷ്ഡ് ബീഫ് ബർഗറും ഓൾഡ് സ്കൂൾ ചിക്കൻ പിസയും. ആ ഓക്കെ, എന്നാ വിളിക്കേ. ആ സൂപ്പുണ്ടല്ലോ. ലെമൺ കൊറിയാൻഡർ വേണോ അതോ ക്രീം സൂപ്പ് വേണോ? എനിക്ക് ലെമൺ കോറിയൻഡർ മതി. എന്താണ് കൊറിയാൻഡർ? എന്നോട് ഞങ്ങൾ പറയാറുണ്ട്. മല്ലിയാണ് കൊറിയാൻഡർ. അതന്നെ അസംഭവം തന്നെ. എന്നോട് പറഞ്ഞ നമ്മളെ തിരുത്താൻ വരരുത് അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ ബ്രോ. ആള് വേറെ ഓർഡർ എടുക്കാൻ മതി. ഞമ്മക്കാകെ കമ്മ്യൂണിക്കേഷൻ ഹലോ ഗ്രൗണ്ട് ടു ഫ്ലൈറ്റ് ടു ഗ്രൗണ്ട് എൻജിൻ സ്റ്റാർട്ട് ക്ലിയറൻസ്. എങ്ങനെയുണ്ട് വർക്ക്? കൊള്ളാം. കണ്ടിട്ട് കുറച്ചായില്ലോ. അപ്പോൾ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു ജീവിതത്തിൽ? അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും നിൽക്കില്ല. ഈ വീഡിയോക്കകത്തൊന്നും വളരെ സംഭവബഹുലമായ ഒരു ജീവിതത്തിന് ശേഷം ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് സമാധാനം അനുഭവിക്കുന്നു ഞാൻ. ഓക്കെ, ആ സമാധാനം എപ്പോഴും ഉണ്ടാവട്ടെ. മാഷാഅല്ലാഹ്. അതെ അതെ, എന്റെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പുകൾ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. വരുന്ന എന്താ പറയുന്ന ഒരു ഫ്ലോയിലങ്ങ് പോവാ, അത്ര തന്നെ. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറില്ലാത്തതുകൊണ്ട് നമ്മൾ വരുന്ന രീതിക്ക് അങ്ങ് പോവാ. ഇപ്പൊ 2 വർഷത്തില് എന്തൊക്കെ സംഭവിച്ചു? നമ്മള് കണ്ടിട്ട് കുറച്ചായില്ലോ, ഗ്യാപ്പായില്ലോ.
അല്ല അതിന്റെ മേലെ ഉണ്ടാവും. 2022 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ 2026. 4 വർഷം. താങ്കൾ പെണ്ണെട്ടി വെച്ചിട്ട് നമ്മക്ക് പ്രത്യേകിച്ച് ഇടക്കിടക്ക് പരാമർശിക്കണം. 10 കിലോ കുറഞ്ഞു, നാട്ടിലെത്തി 10 കിലോ കൂടി, തിരിച്ച് കൊത്തിലെത്തി 5 കിലോ കുറയണോ, അതൊക്കെ തന്നെ. വേറെ ജൂനിയർ ആയിട്ട് തുടങ്ങി സീനിയർ ലെവലെത്തി. മാഷാഅല്ലാ മാഷാഅല്ലാ. എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു പെണ്ണ് കിട്ടണം. കണ്ടു വെച്ചിട്ടുണ്ട്, നോക്കാം. മാഷാഅല്ലാ. ഓക്കെ. അല്ല ഞാനായിട്ട് കണ്ടിട്ടുണ്ട്. അല്ല എന്നോട് കഴിഞ്ഞ ലീവിന് നാട്ടിൽ പോയപ്പോ വാപ്പ പറഞ്ഞ എന്താ വെച്ചാല്, പെങ്ങള് സൗദിയിലുണ്ട്, രണ്ടാമത്തെ പെങ്ങള് സൗദിയിലല്ല. അവള് ഈ വർഷം വരുന്നില്ല, നെക്സ്റ്റ് വർഷം അടുത്ത വർഷം വരുന്നുള്ളൂ. ഒരു 1.5 കൊല്ലമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തേലും ആക്കണ്ടേ. അതെ, ഞാൻ അതിനൊന്നും ആവശ്യമില്ല ഇപ്പോഴും. അതെ, നല്ല നിർബന്ധിക്കുന്നുണ്ട് ഞാൻ വീട്ടുകാരെ. അതൊക്കെ തന്നെ. അല്ലാണ്ട് ആ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാര് പെട്ടെന്ന് തന്നെ നടത്തി തരട്ടെ എന്ന് ആശംസിക്കുന്നു. പെട്ടത് മതിയായില്ലല്ലേ, സ്വന്തം പെട്ടതോ. ഒരു വേറൊരു യൂണിവേഴ്സാണ് മോനെ. അതെനിക്കറിയാം. ഈ 2-3-4 വർഷത്തിനുള്ളിൽ എന്തോ സംഭവിച്ചു ചോദിച്ചാൽ പലതും അപ്പ് ആൻഡ് ഡൗണും, പലതും പല കാര്യങ്ങളും, റിലേഷൻസും പൊട്ടിയതും വന്നതും പോയതും പോലെ ഉണ്ട്. ഏതായാലും നിലവിൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അത് ഞങ്ങൾ തന്നെ പോട്ടെ എന്ന് ഞാൻ വീണ്ടും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഓക്കെ. ഉള്ള കൊറിയാണ്ടർ എത്തിയിട്ടുണ്ട്. എന്റെ കൊറിയാണ്ടർ അല്ല, അവന്റെ കൊറിയാണ്ടർ. കൊറിയാണ്ടർ ടേസ്റ്റ് ചെയ്യണം. ട്രൈ മാട്. സൂപ്പ് വേണമെങ്കിൽ തുടങ്ങാനല്ലോ, കുഴപ്പമില്ല. ദൂരെ പിടിക്കില്ല, അടുത്ത് പിടിക്കുന്നു, നല്ല കേൾക്കുള്ളൂ മൈക്ക്. അങ്ങോട്ട് കൊടുക്കുക. ടേസ്റ്റ് ചെയ്ത് തുടങ്ങല്ലേ. ഇതില് മല്യ മാത്രമേ ഉള്ളല്ലോ. ലെമൺ കൊറിയാണ്ടർ എന്ന് പറയുമ്പോ നീ എന്ത് വിചാരിച്ചു? ചിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ചിക്കൻ ഉണ്ട്. ശരിക്കും ലെമൺ കൊറിയാണ്ടർ 100% നീതി പുലർത്തി. ഇനി ഗാർലിക് അതാരും ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഉള്ളതാ. അതെ, കോംപ്ലിമെന്ററി. എത്ര സൂപ്പിന്റെ കൂട്ടത്തിൽ ഒരു ബ്രെഡ് ഉണ്ടാവില്ല എപ്പോഴും. ഞങ്ങളവിടെ നിന്നൊന്നുമില്ല. ദുബായ് ഒന്നും കാര്യമൊന്നുമില്ല. ദുബായിലോ മല്ലൊന്നും. മുംബൈ, ബാംഗ്ലൂരൊക്കെ തരും. ബാംഗ്ലൂർ തരില്ല. ബാംഗ്ലൂർ എവിടെ തരുന്നേ? സൂപ്പ് ഓർഡർ ചെയ്യുമ്പോൾ ബ്രെഡ് തരുമല്ലോ. തേങ്ങ തരും. സൂപ്പ് ഓർഡർ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു സ്ലൈസ് ബ്രെഡ് തരും. പാസ്ത ഓർഡർ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു സ്ലൈസ് ബ്രെഡ് തരും. പാസ്ത ഓക്കെ, അത് ചെന്നൈയിൽ കിട്ടും. പാസ്ത ഓർഡർ ചെയ്യുമ്പോൾ ചെന്നൈയിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും കിട്ടും. ഞാൻ മുംബൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ നല്ല സ്ഥലത്തൊക്കെ പോകണം, അപ്പം കിട്ടും. മുംബൈയിൽ നല്ല സ്ഥലത്ത് കഴിക്കാൻ പോകണം. മുംബൈയിൽ ആസ്ഥാനത്തുള്ള ചീഞ്ഞ തമാശ പറയരുത് പ്ലീസ്. ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ 2 വർഷം മുംബൈയിൽ നിന്നല്ലേ, ഞാൻ താറായി പോയിട്ടില്ല. മോശമല്ലേ? എവിടെയൊക്കെ പോയി? പിന്നെ ഞാൻ എയർപോർട്ട് മുംബൈ ഇറങ്ങിയില്ല നീ പോയിട്ട്? പോയിട്ടുണ്ട്. അവിടെ എന്താ ഉള്ളത്? മുംബൈ സത്യം പറഞ്ഞാൽ പറയാൻ വലിയതുണ്ടെന്നുള്ളു. പക്ഷെ താജ്മഹൽ, മറൈൻ ഡ്രൈവ്, പിന്നെ ആ 3 മറ്റേ അടുപ്പ് കൂട്ടിയ പോലെ ഒന്ന് പിന്നെ കൊളാബ് കോസ്റ്റ് അവിടെ എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ 1 ടൈം വിസിറ്റ് അത്രേ ഉള്ളൂ. ഞാൻ പോകും. പിന്നെ കുറച്ച് ഷോപ്പിംഗും പരിപാടിയൊക്കെ തിരിഞ്ഞ് നടക്കാനൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ. ബാംഗ്ലൂരുള്ള പോലെ തന്നെ ബാംഗ്ലൂർ മുംബൈ എന്നല്ല, മഹാരാഷ്ട്രയിൽ ഇഷ്ടംപോലെ സ്ഥലം കാണാൻ. നാസിക്കുണ്ട്, ലോണാവലയുണ്ട്, പിന്നെ മറ്റൊരു സ്ഥലമുണ്ടല്ലോ, ഒരു എം വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, കുറച്ച് മധുര എന്നല്ല വേറെ ഒരെണ്ണം. മധുര നല്ലൊരു സ്പോട്ടാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സാധനം വരുന്നത് പിന്നെ ഒരു തൊര. നമ്മൾ കുറെ ഇലക്ഷനായിട്ട് മറ്റേ ഇത് സംഭവിച്ചത് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തതല്ലേ, നമ്മൾ കുറച്ച് അങ്ങോട്ട് ഇന്റർവ്യൂ എടുത്താലോ? മൈക്ക് പിടിക്കേ എന്താ ചോദിക്കുക? ഇലക്ഷനെ കുറിച്ച് ചോദിക്കും. താങ്കൾ ഈ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? പറയാറില്ല, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതെ, ഭയങ്കര ടൈറ്റ് ആയിരിക്കും. എന്നാലും നിങ്ങളൊരു രീതിയിലുള്ള ഒരു പ്രഡിക്റ്റബിൾ എത്ര സീറ്റ്? അത്
സീറ്റ് കറക്റ്റ് ആണെന്ന് ജയിക്കുന്നവർ ജയിക്കും, തോൽക്കുന്നവർ തോൽക്കുന്നല്ലേ. അല്ലല്ല, ഈ പറഞ്ഞ അത്രയും ഭരണവിരുദ്ധ വികാരമൊന്നും ഈ നാട്ടിലില്ല എന്ന് മനസ്സിലായി. നമ്മൾ ആൾക്കാർക്ക് സംസാരിക്കാൻ മനസ്സിലായി, അത്ര വലിയ ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല ഇവിടെ. അതുകൊണ്ട് LDF ചാൻസ് ഉണ്ട്. ഇവർക്ക് ആരായാലും നാട് ഭരിച്ചാൽ മതി. അല്ലല്ല, ഇത്രയും 10 വർഷം ഭരിച്ചത് നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, മാറണ്ട എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുണ്ട്. പറയാറായിട്ടില്ല ഒന്നും, 4ാം തീയതി ആവട്ടെ പറയാം. ഇപ്പോൾ എന്താ പറഞ്ഞു, ഇത്രയും വർഷം ഭരിച്ചത് തന്നെ നടത്തിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മാറണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത്രയും വർഷം ഭരിച്ചത് നന്നായിരുന്നു എന്ന് പറയുന്നു, മാറണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് പേരുണ്ട് ഇവരെ എന്താ പറയുന്ന പ്രതിപക്ഷത്ത് കാണണം എന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവിടെ നമുക്ക് 4ാം തീയതി വരെ ഒന്നും പറയാറായിട്ടില്ല. ആലോചിക്കട്ടെ. ഓക്കെ, ഞാൻ പിന്നെ ഈ പ്രിപ്പയർ ചെയ്ത വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതാകുമ്പോൾ നോക്കിയിട്ട് അങ്ങോട്ട് ചോദിക്കാം. അതെന്റെ തൊഴിലാണ്. യുദ്ധത്തെ എങ്ങനെ നോക്കി കാണുന്നു? കണ്ടുകൊണ്ട് ട്രംപിന് ഭ്രാന്താണ് പറയുള്ളൂ. ട്രംപിന് ഭ്രാന്താണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, അതിന്റെ എന്തെങ്കിലും കിട്ടിയോ? സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. എത്ര ദിവസത്തിന്? അതൊന്നും പറഞ്ഞില്ല, എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ പ്രോബബിളി GCCക്കുള്ള ഫ്ലൈറ്റ് ഒക്കെ രണ്ടാമത് റെസ്യൂം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഭയങ്കര റേറ്റ് ആണ് കാണിക്കുന്നത്. കുറച്ച് നാളായിട്ട് റേറ്റ് ആണല്ലോ, കുറച്ച് നാളുകളായിട്ട് റേറ്റ് ആണല്ലോ. റേറ്റ് ആണ്, സീസ് ഫയർ ആയതുകൊണ്ട് മാറ്റം വരും. എയർപോർട്ട് സെറ്റാണ്. കുവൈത്ത് എയർപോർട്ടോ? നമ്മുടെ എല്ലാ ദിവസവും വന്നു, ലാസ്റ്റ് ഓർഡർ ചെയ്ത് ഞാൻ വന്നു. അല്ലാതെ എന്റെ മിക്സ്ഡ് കറീസ്. ഓക്കെ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. കോസ്മോ എന്താ? കോസ്മോ ബ്രീസ്. അയ്യോ, കോസ്മോ കോസ്മിക്കായുണ്ട്. ഓ, ഇത് കൊള്ളാം. മിക്സ്ഡ് കറീസ് നല്ല. നമ്മൾ മറ്റേ ഇവിടെ നമ്മുടെ ഈ അതിൻ്റെ പേരെന്തായിരുന്നു, ബാംഗ്ലൂര് നമ്മൾ നടന്നു പോയി ചായ കുടിക്കില്ലേ? സ്പൈസ് ഗാർഡിന്റെ അപ്പുറത്ത് ചെറിയ ഷവർമുള്ളത്. എന്താ പറയും, അതിനിഷ്ടക്ക് കോസ്മോസായി. മോനെ സ്മാഷ്ഡ് ബർഗർ വരുന്നുണ്ട്. ഇവിടെ അതിലെനിക്ക് പ്രതീക്ഷകളുണ്ട്. കത്തിയിട്ട് മുറിക്കണ മുന്നേ അത് ശാസ്ത്രീയമായിട്ട് തന്നെ കഴിക്കണം, എന്നാലും അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ശാസ്ത്രീയമായിട്ട് എനിക്കും കഴിച്ചോളണം. സ്മാഷ്ഡ് ബർഗർ പൊളിച്ചു ഗൈസ്. അതിന് നല്ലതാ. ഇതിനെ കുറച്ച് തടിയുണ്ട്, അത് അടിയില്ലാന്നുള്ളൂ. ചീച്ചോ നല്ലത്. അതവിടെ ഡെലിവറി എത്തുമ്പോഴത്തേക്കും മറ്റേ കട്ട് ചെയ്തിരുന്നു. ഓ, ഇതിനെ കട്ടിയിട്ടാണല്ലോ തിന്നത്. കട്ടിയുടെ തിന്നത് ഒന്നും പറയാനില്ല. ചിക്കനെ കുറിച്ചുള്ള പരാമർശം വളരെ കുറവാണല്ലോ. ശരിയാ. പറയൂ, എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് അടിപൊളിയായിരുന്നു. ബർഗറാണ് എനിക്ക്. പിന്നെ ഇത് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു. ഒരു ബർഗറിന്റെ 2 കഷ്ണം, 2 കരി, 2 സ്ലൈസ് പിസ്സ കഴിച്ചപ്പോഴേക്ക് വേറെ നീ ഇത് 3 ദിവസം കൊണ്ട് തരുന്ന ഫുഡാ? ഇപ്പൊ നമ്മൾ
നീയോ? ഒരു നേരം അതെ, എല്ലാം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഒന്നൊന്നിന് വെച്ചാം. ഒന്നൊന്നിനും വെച്ചു. അവിടെ എല്ലാം നല്ലതായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു ഐസ് ടീ. അതെ, ഓക്കെ. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇത് എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്താ? ഇത് എടപ്പള്ളി ഉലുമോളിന്റെ ഗ്രാൻഡ് മോളിന്റെ ഒക്കെ സൈഡില് ടുവേർഡ്സ് റൈറ്റിലെ പാലാരോട്ടം പോകുന്ന റോഡിൽ ഫ്രഷ് ട്രീസ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ്. നല്ലൊരു എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതെ, നല്ല എൻട്രൻസ് ഉണ്ടായിരുന്നതാണെന്നാണ് പറയണത്. അപ്പോൾ ആരും ഇവിടെ വന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്യുക. നല്ല ഫുഡാണ്. വലിയ എക്സ്പെൻസീവ് എന്ന് പറയാനൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു നിരക്ക് വെച്ചിട്ട് ഉള്ള പ്രൈസ് ഉണ്ട്. എന്നാൽ വളരെ ചീപ്പാന്ന് ഞാൻ പറയണില്ല. ഓക്കെ, കൊള്ളായിരുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ. പോയിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്ത കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ. ഓക്കെ, ഇനി തിരിച്ചു വരവ് ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ നീ ഇവിടെ ഉണ്ടല്ലോ. നിന്നെ പിന്നെ എപ്പോഴാണെങ്കിലും കാണാല്ലേ, നീ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഓക്കെടാ, ബൈ ബൈ. ബൈ ബൈ.